എന്ത് പഠിക്കുമ്പോഴും നമ്മൾ നോർമലി അതിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിക്കാറുണ്ട്. ആ ഇ ഈ അല്ലെങ്കിൽ ABCD അങ്ങനെ പഠിക്കാറുണ്ട്. വിജയത്തിനും ഞാൻ കരുതുന്നത് ചില ആദ്യാക്ഷരങ്ങളുണ്ട്. ABCD തന്നെ നമുക്ക് കൂട്ടാം. വിജയിക്കുന്ന എല്ലാ ആൾക്കാരും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കോമൺ ആയിട്ട് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് പലതും. പക്ഷേ പലപ്പോഴും നമ്മളത് ഒബ്സർവ് ചെയ്യാറില്ല, നമ്മൾ അതിനുവേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കാറില്ല. എന്തുകൊണ്ട് ഇവർ വിജയിക്കുന്നു എന്നുള്ളത് കണ്ടെത്താനായിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ചില ജസ്റ്റിഫിക്കേഷൻ നമ്മൾ കണ്ടെത്തും. ഇവർക്ക് ഇന്ന കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ്, ഇവർക്ക് ഇന്ന തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇതായതുകൊണ്ടാണ്, അവരുടെ ഫാമിലി ബിസിനസ് ഇത്ര സക്സസ്ഫുൾ ആയിട്ട് നടന്നുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് ഇത് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഇങ്ങനെ നമ്മളുടേതായിട്ടുള്ള നമ്മൾക്ക് ഒരു ജസ്റ്റിഫിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പലതിനും കാണുന്നുണ്ടാവും. പക്ഷേ വളരെ ഒരു അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂ നിന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ, അത് ഏത് രംഗത്തു നിന്നുള്ള ആൾക്കാരാണെങ്കിലും, കലാരംഗത്തു നിന്നാണെങ്കിലും കായിക രംഗത്തു നിന്നാണെങ്കിലും ബിസിനസ്സിൽ നിന്നാണെങ്കിലും, ഈ ആൾക്കാരെ ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒക്കെ പിന്നിൽ ഈ പറയുന്ന പോലെ ചില ആദ്യാക്ഷരങ്ങളുണ്ട്. ആറ്റിറ്റ്യൂഡ്, നമുക്ക് A എന്നുള്ള അക്ഷരം തന്നെ എടുത്തു നോക്കാം. വളരെയധികം കേട്ടിട്ടുള്ള ഒരു പദമായിരിക്കാം ആറ്റിറ്റ്യൂഡ്. ഞാൻ കരുതുന്നത് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും നമുക്ക് പുറത്ത് പ്രകടിപ്പിക്കാവുന്നതാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു ആറ്റിറ്റ്യൂഡ്, പലതരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഓരോ സിറ്റുവേഷനിലും അയാൾക്ക് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല ഒരു പക്ഷേ ഓട്ടോ ഡ്രൈവറിന്റെ അടുത്ത് കാണിക്കുന്നത്. സോ ആറ്റിറ്റ്യൂഡ് ഒരു പരിധി വരെ ഞാൻ കരുതുന്ന ഒരു മേക്കപ്പ് ആണ്. ആറ്റിറ്റ്യൂഡ് ഒരു പ്യുവർലി ഒറിജിനൽ എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സാഹചര്യത്തിനും അനുസരിച്ചുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് പ്രകടമാക്കിയേ പറ്റൂ. അതുകൊണ്ട് ആറ്റിറ്റ്യൂഡ് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പറയാറുണ്ട് ആറ്റിറ്റ്യൂഡ് ഡിസൈഡ്സ് യുവർ ആൾട്ടിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആറ്റിറ്റ്യൂഡാണ് എല്ലാം, ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. പക്ഷേ ആറ്റിറ്റ്യൂഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ആറ്റിറ്റ്യൂഡ് ഈസ് റിക്വയർഡ്. എന്തിനേയും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡോടുകൂടി, അല്ലെങ്കിൽ എന്തിനേയും അതിന്റെ ഒരു ഒരു സിറ്റുവേഷനിൽ എന്ത് തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണ്, ഏതൊരു മനോഭാവത്തോടു കൂടി നമുക്ക് കാണണമോ ആ മനോഭാവത്തോട് അപ്രോച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തീർച്ചയായിട്ടും വിജയിക്കുന്ന അല്ലെങ്കിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാർ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. B സ്റ്റാൻഡ്സ് ഫോർ ബിലീഫ്. ബിലീഫ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ബിലീഫുകളുണ്ട്, വിശ്വാസ പ്രമാണങ്ങളുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ സംസാരിക്കുന്നില്ല. ഇപ്പൊ ഞാൻ പറയുന്ന B എന്ന് പറയുന്നത് ഓൺ ബിലീഫ്, നിങ്ങളെ കുറിച്ചുള്ള വിശ്വാസം. കൂടുതൽ ആൾക്കാർക്കും ഇല്ലാത്ത അതാണ്. കാരണം നമ്മൾ എപ്പോഴും നമ്മളുടെ പരിതസ്ഥിതികളുടെ ഒരു ഉൽപ്പന്നമായിട്ടാണ് നമ്മൾ കരുതാറുള്ളത്. വി ഓൾവേസ് ബിലീവ് ദാറ്റ് വി ആർ ദ പ്രോഡക്റ്റ് ഓഫ് ദ സർക്കംസ്റ്റാൻസസ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മളിലുള്ള വിശ്വാസം പലപ്പോഴും കുറവാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണല്ലോ, ഞാൻ പഠിച്ച ഒരു മലയാളം മീഡിയം സ്കൂളിലാണല്ലോ, ഞാനൊരു ഗ്രാമപ്രദേശത്ത് വന്ന ആളല്ലേ, അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ സാധിക്കുന്നതാണോ എന്നുള്ള ആ വിശ്വാസം. വിജയിച്ചിട്ടുള്ള ഏത് വ്യക്തിയെ നോക്കിയാലും അവരുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ്, അവരെക്കുറിച്ചുള്ള വിശ്വാസം. അതൊരു പക്ഷേ തുടക്കത്തിൽ ഉണ്ടായെന്ന് വരില്ല. ആരും തുടക്കത്തിൽ വിശ്വാസം ഉണ്ടായ ശേഷം വിജയിച്ചവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ആസ് ദേ മൂവ് ഓൺ ദേ ബിൽഡ് ബിലീഫ്. ഞങ്ങളുടെ സിറ്റിയിലെ ഏറ്റവും മുന്തിയ ജിം ഫിറ്റ്നസ് ക്ലബ്ബിൽ ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ ഓണറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 1000കണക്കിന് മെമ്പർഷിപ്പ് ഉണ്ട് ഞങ്ങൾക്ക്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു 80% ആൾക്കാരും ഒരു മാസത്തിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വരാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ഒരു ഉഷാറിൽ, ആദ്യത്തെ ഒരു ഉത്സാഹത്തിൽ, ഒരു എക്സൈറ്റ്മെന്റിൽ എന്തെങ്കിലുമൊക്കെ ഡിറ്റർമിനേഷനും ഡിസിഷനും ഒക്കെ എടുത്ത ശേഷമായിരിക്കും പോകുന്നത്. പല ആൾക്കാരും ജനറലി മെമ്പർഷിപ്പ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാറുള്ളത് ജനുവരി മാസമാണെന്നാണ് പറയുക. അത് ന്യൂ ഇയർ റെസൊല്യൂഷന്റെ ഇമ്പാക്റ്റ് ആയിരിക്കാം. എന്തായാലും ആ തരത്തിൽ ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാർ പലരും ഫെയിലിയർ ആവുന്ന ഒരു ഏരിയ കമ്മിറ്റ്മെന്റ് ആണ്. കമ്മിറ്റ്മെന്റ്. നമ്മളൊരു ദൗത്യം ഏറ്റെടുത്താൽ അത് ഫിനിഷ് ചെയ്യുക എന്നുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ്, അതിനുവേണ്ടി വാട്ട് എവർ ഇറ്റ് ടേക്സ്, എന്ത് വില കൊടുത്തും എന്ത് ചെയ്യേണ്ടി വന്നാലും ഡു ഓർ ഡൈ ദർ ഈസ് നോ ട്രൈ എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഞാൻ ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. അതൊരു കമ്മിറ്റ്മെന്റ് ആണ്. അപ്പോൾ ആ കമ്മിറ്റ്മെന്റ് ആണ് ഏറ്റവും പ്രയാസമുള്ളതും കേട്ടോ. കാരണം ബാക്കി എന്തും വളരെ നിസ്സാരമായിട്ട് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഡ്രീം ഉണ്ടാവണം, ഡിസയർ ഉണ്ടാവണം, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ultimately if you are not committed you are not going to achieve it. Then comes dream and the desire. സ്വപ്നം മാത്രം പോരാ, സ്വപ്നം കണ്ട് നടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ എനിക്കറിയാം. മിക്ക ആൾക്കാരും എനിക്ക് തോന്നുന്നു വലിയ വലിയ സ്വപ്നങ്ങളുള്ള ആൾക്കാരാണ്. അപ്പോൾ സ്വപ്നങ്ങൾക്ക് തീരെ കുറവാണെന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും അവർക്കും ജീവിതത്തിൽ വലുതായിട്ടൊക്കെ നേടണം എന്നുള്ള ആഗ്രഹം ഉണ്ട്. ആഗ്രഹം, അത് ഡ്രീം എന്നതിനെ ഡിഫൈൻ ചെയ്യാമോണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് ആ ഡ്രീമിനെ നമ്മളൊരു ഡിസയറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, ഡിസയർ എന്ന് പറഞ്ഞാൽ ബേണിംഗ് ഡിസയർ എന്നൊക്കെ പറയില്ല, ഇത് ചെയ്തേ പറ്റൂ, ഇതെനിക്ക് നേടിയേ ഞാൻ അടങ്ങൂ എന്ന് പറയുന്ന പോലെ ആ ഡീപ് ബേണിംഗ് ഡിസയർ. ബൃഹദാരണ്യക ഉപനിഷത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്, യു ആർ വാട്ട് യുവർ ഡീപ് ഡ്രൈവിംഗ് ഡിസയർ ഈസ്. ആസ് യുവർ ഡിസയർ ഈസ് സോ ഇസ് യുവർ വിൽ, ആസ് യുവർ വിൽ ഈസ് സോ ഇസ് യുവർ ഡീഡ്, ആസ് യുവർ ഡീഡ് ഈസ് സോ ഇസ് യുവർ ഡെസ്റ്റിനി എന്നാണ്.
നിങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ ഡീപ്പ് ഡ്രൈവിംഗ് ഡിസയറാണ്. ആ ഡിസയറിൽ നിന്നാണ് നിങ്ങളുടെ വിൽ, നിങ്ങളുടെ ഇച്ഛാശക്തി ഉണ്ടാവുന്നത്. ആ ഇച്ഛാശക്തിയിൽ നിന്നാണ് നിങ്ങളുടെ ആക്ഷൻ ഉണ്ടാവുന്നത്. ആ ആക്ഷന്റെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ജീവിതം. സോ ദാറ്റ് മീൻസ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡിസയർ. ഡി. ഇ സ്റ്റാൻഡ്സ് ഫോർ എൻതൂസിയാസം. എൻതൂസിയാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട് എൻതൂസിയാസം എന്നുള്ളതിന്. എൻ തിയോസ് ഇയാസം. എൻ തിയോസ് എന്ന് പറഞ്ഞാൽ എൻ എന്ന് പറഞ്ഞാൽ വിത്തിൻ, തിയോസ് എന്ന് പറഞ്ഞാൽ ഗോഡ്, ഇയാസം IASM, I am sold to myself. When you are sold to yourself, the God is within you. നിങ്ങളിൽ തന്നെ പൂർണ്ണമായിട്ടും വിൽക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമുക്ക് മറ്റുള്ള കമ്പനികളുടെ സാധനം വിൽക്കാൻ പറ്റിയെന്ന് വരും. നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റൂ. ഈ സെയിൽസിന്റെ ടിപ്സ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പലരും പറയാറുള്ള ഒരു കാര്യമുണ്ട്, സെല്ലിംഗ് ഈസ് നത്തിങ് ബട്ട് ട്രാൻസ്ഫറൻസ് ഓഫ് ഫീലിംഗ്. ഫീലിംഗ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സെയിൽസ് പ്രോസസ്സിനകത്ത്. നിങ്ങളെക്കുറിച്ച് എന്തുമാത്രം സോൾഡ് ആണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബിലീഫുമായിട്ട് കണക്റ്റഡ് ആണിത് എങ്കിൽ പോലും. സോ എൻതൂസിയാസം എപ്പോൾ ഉണ്ടാവും? വെൻ യു ആർ സോൾഡ് ടു യുവർ സെൽഫ്, ദെൻ ഗോഡ് ഈസ് വിത്തിൻ യു. നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടും സെല്ല് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ ഉള്ളിലാണ്. ദാറ്റ് ഈസ് എ ടൈം യു ഹാവ് എൻതൂസിയാസം. എൻതൂസിയാസത്തിനൊരു ഗുണമുണ്ട്, ഇൻഫെക്ഷ്യസ് ആണിത്. ഇൻഫെക്ഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചുറ്റുവട്ടത്തുള്ള എല്ലാവരും എൻതൂസിയാസ്റ്റിക് ആയി പോകും. നിങ്ങൾ എൻതൂസിയാസ്റ്റിക് ആണെന്ന് കണ്ടാൽ ചുറ്റുവട്ടത്തുള്ള എല്ലാ ആൾക്കാരും എൻതൂസിയാസ്റ്റിക്. ഞാൻ പലരോടും പറയാറുണ്ട്, എൻ്റെ അടുത്ത് വരുമ്പോൾ സൂക്ഷിക്കണം, നിങ്ങൾ ചിലപ്പോൾ ഇൻഫെക്റ്റഡ് ആവും. എങ്ങനെ? എൻതൂസിയാസം കൊണ്ട്. സോ എൻതൂസിയാസം ഷുഡ് ബി ഇൻഫെക്ഷ്യസ്. സോ ഞാനിപ്പോൾ ABCDE വരെ എത്തി. വേണമെന്നുണ്ടെങ്കിൽ വലിച്ചു നീട്ടിയാൽ Z വരെ എത്തിക്കാം. Z ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വാക്കുണ്ട്, സീൽ. സീൽ എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാനുള്ള ഒരു ആവേശമാണ്. നമ്മളൊരു കാര്യം തീരുമാനിച്ചിറങ്ങിയാൽ ചെയ്യാനുള്ള ഒരു ആവേശം. ആര് വിചാരിച്ചാലും കെട്ടടങ്ങാത്ത ആവേശം എന്ന് പറയില്ല, അതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിജയിക്കുന്ന ആൾക്കാരും വിജയിക്കണമെന്നുണ്ടെങ്കിലും ഇതൊക്കെ കോമൺ ആണ്. അല്ലാതെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടോ അക്കാഡമിക് എഡ്യൂക്കേഷൻ കൊണ്ടോ ഒരുപക്ഷെ നമ്മൾ ഏത് തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നോ ഇതൊന്നും ബാധകമല്ല. ഓൾവേസ് റിമെമ്പർ ദിസ്, യു ആർ നോട്ട് ദ പ്രോഡക്റ്റ് ഓഫ് ദ സർക്കംസ്റ്റാൻസസ്, യു ആർ ദ പ്രോഡക്റ്റ് ഓഫ് ദ ചോയ്സസ് യു മേക്ക് നൗ. ഇനി നമ്മൾ കാണാം. ബൈ.